നമസ്കാരം, ഇന്ത്യൻ ലോയിലേക്ക് സ്വാഗതം. നിയമം പഠിച്ചിട്ട് എന്തിനാണ്? ഒരുപാട് സംശയങ്ങളാണ്. എന്തൊക്കെ ചെയ്യാൻ കഴിയും? കേസുകളൊക്കെ കിട്ടുമോ? ജോലിയാകുമോ? 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷത്തെ നിയമ പഠനത്തിന് ശേഷം എന്തായിരിക്കും നമുക്ക് ജോലി സാധ്യത എന്നുള്ള രീതിയിൽ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നതാണ്. ഇന്ന് അതിനുള്ള കുറച്ച് മറുപടികളും അതുപോലെ ഒരു കോൺവെർസേഷനും വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് നിയമം. അതായത് നിയമം എവിടെയൊക്കെയുള്ളൂ അവിടെയൊക്കെ എന്ത് സാധ്യതകളുണ്ട് അല്ലെ? എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട, അതും എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ലിറ്റിഗേഷൻ എന്ന് പറയുന്ന ഏരിയ. കോടതികളിൽ പോയി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് ലിറ്റിഗേഷന്റെ സാധ്യതകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പം ഒരാള് LLB ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മുടെ പരിഗണനയിൽ വരുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അഡ്വക്കേറ്റ് ആയ ഒരു ബാർ കൗൺസിലിന്റെ ഇടയിൽ നമ്മൾ എൻറോൾ ചെയ്തതിനു ശേഷം ഒരു കോടതിയിൽ പോയിട്ട് നമ്മൾ കോടതിയുടെ മുമ്പിൽ അപ്പയർ ചെയ്യുക, കേസ് നടത്തുക. ഈ ഒരു ആശയം എല്ലാവരുടെയും മനസ്സിൽ ആദ്യം കടന്നു വരുന്നതാണ്, സ്വാഭാവികമാണ്. അപ്പൊ നമുക്ക് കോടതികളിലേക്ക് നോക്കിയാൽ അറിയാം. ഇപ്പം വെറുതെ നമ്മൾ പോയി ഒരു കേസ് നടത്തിയാലും ഇപ്പൊ കേസുകൾ തന്നെ പല തരത്തിലുണ്ട്. സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളാണ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുള്ളത്. പിന്നീട് നമ്മൾ കോടതി മുറിയിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് മനസ്സിലാവും അവിടെ ഒരു ജഡ്ജി ഇരിപ്പുണ്ട്. ഈ പറയുന്ന ജഡ്ജും ഇതുപോലെ തന്നെ നിയമം പഠിച്ചതിന് ശേഷം മജിസ്ട്രേറ്റ് എക്സാം എഴുതി നമുക്ക് കീഴ്ക്കോടതികളിൽ തുടങ്ങി ജില്ലാ കോടതികളും ഹൈക്കോടതികളും സുപ്രീം കോടതി വരെ എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു മേഖലയാണല്ലോ ജുഡീഷ്യറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പല വിധത്തിലുള്ള സാധ്യതകൾ ഈ ഒരു ഇതില് ഇനിയും ആൾക്കാരിലേക്ക് എത്താതെ തന്നെ വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും അതിനെപ്പറ്റി അധികം വാചാലരാകുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളൊരു നില ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പോലുള്ള തസ്തികകളൊന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു തസ്തികയാണ്. അതും ഈ കോടതി മുറികളിൽ തന്നെ ഒരു ഭാഗമാണ്. ഇങ്ങനെയുള്ള ഇതേപോലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകുക, ഗവൺമെന്റ് ലീഡർമാരാകുക, അതുപോലെ തന്നെ നമ്മള് കോടതികളിലെ സ്റ്റാഫ് ആകാനും നിയമ ബിരുദം വേണ്ട നിർബന്ധമുള്ള പല എന്താ പറയാ പല ജോലികളും. ഇക്കഴിഞ്ഞ മാസം തന്നെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം നടന്നിരുന്നു. ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് LLB ഉള്ളവർക്ക് പരിഗണന ഉണ്ടായിരുന്നു. അപ്പോൾ LLB ഉള്ളവർ സ്ഥിരമായി എഴുതുന്ന, എന്നാൽ ഈ രജിസ്ട്രാർ വരെയുള്ള തസ്തികകളിലേക്കൊക്കെ ഹൈക്കോടതിയുടെ രജിസ്ട്രാർ വരെയുള്ള തസ്തികയിലേക്ക് എത്തുന്ന ഒരു എക്സാം ആണ്. അതായത് നമ്മളിത് എഴുതി പാസ്സായി ആ ഒരു പ്രൊമോട്ടൊക്കെ ചെയ്ത് അവിടെ വരെ എത്തുന്ന സാധ്യതകളുള്ള ഒരു ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് തീർച്ചയായും. അതേപോലെ തന്നെ ജില്ലാ നിയമ സർവീസ് അതോറിറ്റികൾ, താലൂക്ക് നിയമ സർവീസ് അതോറിറ്റികൾ പോലുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ. മാത്രമല്ല ഇനി ഗവൺമെന്റ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ തന്നെ ഒരു നിയമബിരുദം നിർബന്ധമായിട്ട് വേണ്ട, അല്ലെങ്കിൽ നിയമബിരുദം ഉള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് ജോലികൾ അവിടെ നമുക്ക് ലഭ്യമാണ്. ഇപ്പം കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലുള്ള ലീഗൽ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള വർഷാവർഷവും അവര് ആളുകളെ റിക്രൂട്ട് ചെയ്യും. ലീഗൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്കൊക്കെ അങ്ങനെയും കുറെ സാധ്യതകൾ ഇപ്പൊ ഗവൺമെന്റ് മേഖലയിൽ നമുക്ക് പറയാനാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഗതിയാണ്. എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഒരു ലീഗൽ ടീമും ആ ലീഗൽ ടീമിലൊക്കെ LLBക്കാരെയും ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്ട്. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞ് നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ ഇത് ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു തൊഴിൽ സാധ്യതകളെ പറ്റിയാണ് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതിനപ്പുറം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേറെ പല മേഖലകളിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ വാതിലുകൾ അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ ഒരുപാട് ഇങ്ങനെ എന്താണ് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തെങ്കിലും കോർപ്പറേറ്റ് ഫേമുകളിൽ ഉള്ള ജോലികൾ, അതായത് കേസ് വക്കീല് അല്ലെങ്കിൽ കോടതി മുറികൾ മാത്രമാണ് നിയമം, അതിനപ്പുറത്തേക്കൊക്കെ മാറിയിട്ടുള്ള ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കോർപ്പറേറ്റ് ലോ ഫോംസിൽ നടക്കുക. അതായത് ഈ കോർപ്പറേറ്റ് ലോ ഫോംസിൽ നമ്മൾ പ്രൈവറ്റ് ഇക്വിറ്റി ട്രാൻസാക്ഷനുകൾ, അല്ലെങ്കിൽ ഡ്യൂ ഡിലിജൻസുകൾ, അല്ലെങ്കിൽ ടാക്സിന്റെ ഒരുപാട് മേഖലകൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടും അല്ലാതെയുമുള്ള ഫൈനാൻഷ്യലി ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്, കോർപ്പറേറ്റ് ഏരിയയാണ് ഈ കോർപ്പറേറ്റ് ലോ ഫോമുകൾ നടക്കുന്നത്. വലിയ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ സ്പ്രിംഗ്ലറിന്റെ കേസ്
നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ സ്പ്രിംഗ്ലറിന്റെ കേസ് വായിച്ചത് സിറിൽ അമർചന്ദ് മംഗൾദാസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പ് ടയർ 1 ഫേം, ഒരു കോർപ്പറേറ്റ് ഫേം. അത് കാരണം ഇങ്ങനെയുള്ള ഫേമുകൾ കുറച്ചും കൂടെ ഈ ടെക്നോളജിക്കൽ ലോ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ അവർ ബോധവാന്മാരാണ്. അവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്യും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഏരിയയും കൂടെ ഇതിനകത്ത് വരുന്നത് തോന്നി. മാത്രമല്ല ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു എന്താ പറയാ വലിയ രീതിയിലുള്ള ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ന്യൂ ലിബറൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് പാവപ്പെടുന്ന രീതിയിൽ മാർക്കറ്റ് വളരുകയും അതുപോലെ എന്താ പറയാ ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ കമ്പനികൾ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് വളരെയധികം എന്താ പറയാ വികസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആ മേഖലയിൽ അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ വളരുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് അതിലേക്ക് പോകുന്നവരുണ്ട്. നമ്മുടെ ഒരു നിയമം പഠിച്ചതിന് ശേഷം എത്തിപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ. എനിക്ക് തോന്നി ഈ നിയോ ലിബറൽ എന്ന വാക്ക് കേട്ടപ്പോഴാണ് ഇൻഷുറൻസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇൻഷുറൻസ് മേഖലയിൽ നമ്മൾ ഇൻഷുറൻസ് ലോ പഠിക്കുന്നുണ്ട് അല്ലേ? കോളേജിന്റെ അവസാന കാലഘട്ടത്തിൽ LLBയുടെ അവസാന കാലഘട്ടത്തിൽ ഇൻഷുറൻസ് ലോ ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു. ഈ ഒരു ഇൻഷുറൻസ് ലോയും നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ തൊട്ട് ഈ ഇൻഷുറൻസ് കമ്പനികളുള്ള ഇൻഹൗസ് ലീഗൽ ടീമിന്റെ ഭാഗമാവാനും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഫീൽഡ് ഓഫ് ഏരിയ തന്നെ ഒരു ഒരു കുറച്ച് പ്രത്യേകതയും അതേപോലെ തന്നെ നല്ല സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഒരു വളരെ നൂതനമായിട്ടുള്ള അതുപോലെ ബാങ്കിങ്ങും ഇതേപോലെ തന്നെ അല്ലെ? നമ്മള് പല നമ്മുടെ ഓരോ നാട്ടിൽ തന്നെ നമുക്കിപ്പോ ഓരോ ബാങ്കുകളുടെ ശാഖകളിൽ പോയി ഒന്ന് തിരക്കിയാൽ അവിടെ എല്ലാ ശാഖകളിലും അവിടെ ഒരു എന്താ പറയാ ഒരു ലീഗൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ലീഗൽ മാനേജർ, അതെ, ആ പോസ്റ്റിൽ തസ്തികകളിൽ ഒരുപാട് പേര് നിയമിക്കപ്പെടുന്നുണ്ട്. അതും വളരെ എന്താണ് പറയാ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. നാഷണലൈസ്ഡ് ബാങ്കുകൾ തൊട്ട് പ്രൈവറ്റ് ബാങ്കുകളും NBFCകളും ഉൾപ്പെടെ, അതായത് നോൺ ബാങ്കിങ് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉൾപ്പെടെ HDFC, അതേപോലെ തന്നെ നമ്മുടെ യൂണിയൻ ബാങ്ക്, SBI തൊട്ട് ഈ എല്ലാ ബാങ്കുകൾക്കും അവർക്ക് ലീഗൽ ടീമുകളുണ്ട്, അവർക്ക് ലീഗൽ മാനേജർമാരുണ്ട്. അപ്പൊ ഈ ഒരു ഇതിലൊക്കെ നാഷണലൈസ് ബാങ്കുകളിലൊക്കെ സ്ഥിരമായിട്ട് എക്സാമുകൾ നടക്കുന്നു. അല്ലാതെ നമുക്ക് HDFCയിലാണെങ്കിൽ HDFC പോലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ ഒരു LLB ബിരുദധാരിക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിൽ ജോയിൻ ചെയ്യാവുന്ന സാധ്യതകളുണ്ട്. ഇങ്ങനെ ബാങ്കിൽ, അതേപോലെ തന്നെ എംബാങ്കിൽ, അതായത് ഒരു പ്രസ്തുത എക്സ്പീരിയൻസ് ഉള്ള ഒരു വക്കീലിന്റെ ബാങ്കുകൾ എംബാങ്കിൽ അവരുടെ കേസുകൾ വാദിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടി. അപ്പൊ നമ്മൾ ഈ നൂതന മേഖലകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു വരുന്ന പല വാക്കുകളുണ്ട്. കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ട്രേഡ് മാർക്ക് കിട്ടി. ഇതൊക്കെ നമ്മൾ എന്താ പറയാ സ്ഥിരം സംഭാഷണങ്ങളിൽ കടന്നു. അതെ 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 അതപ്പം ഇവയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഇനി പോട്ടെ, നമ്മള് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് GI, ബസ്മതിയുടെ GI, കാശ്മീരി സിൽക്ക്, അങ്ങനത്തെ ഒക്കെ നമ്മള് ഒരുപാട് കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇവയൊക്കെ ബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇവയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള നിയമ മേഖല എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവയും ഇതുപോലെ തന്നെ നമ്മൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള വലിയൊരു എന്താ പറയാ വളർച്ച എത്തിയിട്ടുള്ള അതുപോലെ സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന മേഖലയാണെന്ന് നമുക്ക് ഇവയെ പറയാം. ഇപ്പൊ നമ്മള് പിന്നീട് വരുമ്പോ നമ്മള് പുതിയ ഇതുപോലത്തെ വേറെ പല മേഖലകൾ, ഇപ്പം സ്പോർട്സിലോ എയർ ആൻഡ് സ്പേസ്, ഒരുപാട് സയന്റിഫിക് ടെമ്പർ കൂടെ ആവശ്യമുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട് അല്ലെ? അതായത് ടെക്നോളജി ലോ നമ്മൾ ഭയങ്കര മുന്നേ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്യേണ്ടിരുന്ന ഒരു പോയിന്റ് ആണ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. IT ലോ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ഈ ഫീൽഡ് ടെക് അല്ലെ, ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ക്രിപ്റ്റോ കറൻസി അവയെ സംബന്ധിക്കുന്ന നിയമങ്ങളെ പറ്റിയും സ്മാർട്ട് കോൺട്രാക്ടുകളെ പറ്റിയും ഒരുപാട് ചർച്ചകൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ആ മേഖലയിലും
വളർച്ച ഉണ്ടാകുന്ന സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നവരൊക്കെ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു ഹ്യൂമാനിറ്റി സ്റ്റുഡന്റിന് മാത്രമാണ് ലോ എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ തുടച്ച് മാറ്റല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒരു സയൻസ് സ്റ്റുഡന്റിനും ശരിക്കും അയാൾ സയൻസ് എടുക്കുന്നത് ലോ എടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഈ ടെക്നോളജി ആണെങ്കിലും നമ്മുടെ സ്പേസ് ലോ ആണെങ്കിലും ഒക്കെ കുറച്ചും കൂടെ ആ ഒരു സയൻസിനോടൊരു താല്പര്യവും ഒക്കെ ഉള്ള അക്കാഡമിയൊക്കെ ആവട്ടെ ഒരു നിയമ ബിരുദധാരിക്ക് അക്കാഡമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പേസുകളുണ്ട്. ഇപ്പൊ റിസർച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു PhD എടുത്ത് അങ്ങനെ പോകുന്നതിനപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ പോവുക എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. അതായത് നിയമം പഠിപ്പിക്കാൻ നമുക്ക് പറഞ്ഞ പോലെ കോളേജ് ലെവലിൽ തൊട്ട് പല മേഖലകളിൽ നിയമത്തിന്റെ അവയർനെസ് കൊടുക്കാനുള്ള ഗവൺമെന്റ് പ്രൊജക്ടുകൾ ഉൾപ്പെടെ അതേപോലെ തന്നെ പഠിപ്പിക്കാൻ കോളേജുകളിൽ പോയി പഠിപ്പിക്കുന്നത് ഒരു വലിയ പ്രൊഫഷൻ തന്നെയാണ്. അതിന് കൂടെ റിസർച്ച് അല്ലെ, ഈ പബ്ലിക് പോളിസി ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു വലിയ വലിയ മേഖലയാണ്. ഇപ്പോ എന്താണ് കുട്ടുസ്വാമി എല്ലാവരും അറിയാവുന്ന നമ്മള് എന്താ പറയാ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ മൗലികാവകാശമായിട്ട് നിർണയിച്ച വിധിയാണ് നമ്മൾ കുട്ടുസ്വാമി വിധി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കേസിന്റെ അല്ലെങ്കിൽ ആ ഒരു വിധിയിലേക്ക് എത്തിച്ചത് PUCL എന്ന് പറയുന്ന ഒരു പോളിസി റിസർച്ച് ഒരു സ്ഥാപനത്തിന്റെ എന്താ പറയാ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഭാഗമായി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും, അതായത് കേസിന്റെ ഭാഗം മാത്രമല്ല അല്ലാതെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരുപാട് ഈ മേഖലകളുണ്ട്. നിയമ മേഖലകളിൽ NGOകൾ നിയമം ബിൽഡ് ചെയ്യാൻ, ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലോ ഡിപ്പാർട്ട്മെന്റുകൾ, കേരള ലോ ഡിപ്പാർട്ട്മെന്റ് പോലെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റുകൾക്കും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ ലോ മേക്കിംഗ് പ്രോസസ്സിന് ഈ പാർലമെന്റേറിയൻസിന് ഉൾപ്പെടെ ഈ ലോ മേക്കിംഗ് പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോയറിനെ സംബന്ധിച്ച് ഒരു വലിയ സാധ്യത ഉള്ള ഒരു മേഖല തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോ എന്താണ് റിസർച്ച് ആൻഡ് പോളിസി നമ്മൾ പറഞ്ഞു, കോർപ്പറേറ്റ് ലോ നമ്മൾ പറഞ്ഞു, ലിറ്റിഗേഷൻ നമ്മൾ പറഞ്ഞു, ജുഡീഷ്യറി ഒരു ചെറിയ പരിപാടി അല്ല കേട്ടോ. ജുഡീഷ്യറി എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് തൊട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതി ജഡ്ജി വരെ ആവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ജുഡീഷ്യറി കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുകളുടെ മേഖല. സെബി, RBI അതായത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൽ ഒരുപാട് നിയമ ബിരുദധാരികളുടെ ആവശ്യമുള്ളതാണ്. അപ്പൊ ആ ഏരിയകളിലും ഈ ഒരു സാധ്യതകളുടെ കുമ്പാരം തന്നെ ഉണ്ടെന്ന് പറയാം അല്ലെ. ഇപ്പോഴാണ് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ, അതായത് ആർമിയിലേക്ക് നേവിയിലേക്ക് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഡിഫൻസ്, അതായത് ഒരു ലോയറിന് LLB ശേഷം ആർമിയിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ള ഒരു മേഖലയാണ്. സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൽ കാണുന്ന ഒരു സാധ്യതയുണ്ടല്ലോ, നമ്മള് ഒരു കോർട്ട് മാർഷൽ അതിന് ജഡ്ജായിട്ട് വന്നിരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് വരുന്നത്, ജാഗ്രത പറഞ്ഞ എക്സാമിന് ശേഷം. ഇത് ഈ പറഞ്ഞ ഇനിയും ഒരുപാട് കോർപ്പറേറ്റിലാണെങ്കിൽ ഒരു ബിസിനസ് ലെവൽ, ഇന്റർനാഷണൽ ലെവലിൽ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ, അതായത് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യൽ റെസല്യൂഷൻ ആണ്. അതിന് ഒരു ബദലായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഏരിയയാണ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസല്യൂഷൻ എന്ന് പറയുന്നത്. ആർബിട്രേഷൻ, നെഗോസിയേഷൻ, കൺസിലിയേഷൻ പോലുള്ള സ്റ്റൈൽ ഓഫ് ഡിസ്പ്യൂട്ട് റെസല്യൂഷനുകൾ കൊണ്ടുവരുന്ന സംഭവം നമുക്കറിയാലോ. ഇപ്പൊ കോടതികളിലൊക്കെ എടുക്കുന്ന സമയത്തിനെ പറ്റിയുള്ള ഒരുപാട് വിമർശനങ്ങളും അത് നമ്മൾ സ്ഥിരം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ഒരു സമയം എടുക്കുന്ന ഒരു പ്രക്രിയയെ നമ്മൾ ബൈപ്പാസ് ചെയ്തിട്ട് നമുക്കൊരു കാര്യങ്ങൾ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുക എന്ന ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഈവൻ ജുഡീഷ്യറി തന്നെ ഇത് വളരെ കൃത്യമായി, അതായത് നമ്മുടെ ജഡ്ജസ് തന്നെ ഇത് വളരെ കൃത്യമായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയ. ഭയങ്കര ഒരു ബൂമിംഗ് സ്പേസ് ആണ് ആർബിട്രേഷൻ എന്നൊക്കെ പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഉൾപ്പെടെ, അതായത് MNCs, അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ ബിറ്റ്വീൻ വൺ കൺട്രി ടു അനദർ, നമുക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ട്രാൻസാക്ഷന്റെ കാര്യങ്ങൾ ആർബിട്രേറ്റ് ചെയ്ത് തീർക്കുന്നു. അതേപോലെ തന്നെ രാജ്യങ്ങൾ തലത്തിൽ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പല വിഷയങ്ങളിലും ആർബിട്രേഷനോ മീഡിയേഷനോ ഒക്കെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ നമുക്ക് ഒരു ലോയർ എന്ന നിലയിൽ ഒരുപാട് സാധ്യതകൾ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. ജുഡീഷ്യറി, ലിറ്റിഗേഷൻ, അക്കാഡമിയ, അതേപോലെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ, ലോ മേക്കിംഗ് പ്രോസസ്സിന്റെ ഭാഗമായി നമ്മള് പറഞ്ഞു തന്ന കൂട്ടത്തില് ഇപ്പം സിവിൽ സർവീസിന്
ഒരു ചെറുപ്പം തൊട്ട് താല്പര്യമുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ 10ാം ക്ലാസ് തൊട്ട് സിവിൽ സർവീസ് കോച്ചിങ് അങ്ങനെ ഒരു പരിപാടിയൊക്കെ നോക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. പക്ഷെ അതൊന്നും എനിക്കറിയില്ലായിരുന്നു. നമ്മളിപ്പം സിവിൽ സർവീസ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സബ്ജക്റ്റുകൾ നമ്മൾ 5 വർഷത്തെ LLB കോഴ്സ് കൊണ്ട് അത് നമ്മളെ വലിയ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതും കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് തരുന്ന ഒരു ഡിഗ്രിയാണ് LLB എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. തുടർന്ന്